ദീപക് തർപ്പണം ചെയ്യുന്നു. ദീപക് പറയൂ. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 എണ്ണം കൃത്യമായി ഒഴിച്ചിടുന്നു. ഒന്ന് കണ്ണൂർ, അതുപോലെ തന്നെ തളിപ്പറമ്പ്. ഇതിൽ കൃത്യമായി കണ്ണൂരിൽ കെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെയെങ്കിലും പരിഹരിക്കണം, അതിനുവേണ്ടി മാത്രമാണ്. പക്ഷേ എന്നാൽ അതിലപ്പുറത്തേക്കുള്ള വലിയൊരു രാഷ്ട്രീയ ലാഭമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ് തളിപ്പറമ്പിൽ. അത് ടി വി ഗോവിന്ദൻ അവിടെ UDFന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ലഭിച്ചത്. ഉച്ചയ്ക്ക് 24 ഈ പട്ടിക പുറത്തുവിടുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു. ആഷ്മി തന്നെയായിരുന്നു അത് വായിക്കുകയും ചെയ്തത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായാണ് ഇപ്പോൾ പട്ടിക വന്നിരിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഈ പ്രതിസന്ധി, ഇന്നലെ CPIM-ന് വൈകിട്ടുണ്ടായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വലിയ പ്രചാരണവുമായി കണ്ണൂരിലേക്ക് ക്യാപ്റ്റൻ കളത്തിലിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രചാരണം ആരംഭിച്ചു. നമ്മൾ എയർപോർട്ട് മുതൽ പിണറായി വരെയുള്ള റോഡ് ഷോ കണ്ടതാണ്. നാളെ മുഖ്യമന്ത്രിയുടെ ഇലക്ഷൻ നിയോജക മണ്ഡലം കൺവെൻഷനാണ്. അതിന് MV ഗോവിന്ദനും CPIM സംസ്ഥാന സെക്രട്ടറിയും CPI സെക്രട്ടറി ബിനോയ് വിശ്വവും എത്തുന്നതാണ്. അതായത് രാഷ്ട്രീയ അന്തരീക്ഷം വലിയ രീതിയിൽ പ്രക്ഷുബ്ധവും ചൂടുപിടിക്കുകയുമാണ്. കലുഷമായ രാഷ്ട്രീയം തുടരുകയാണ്. കെ സുധാകരന്റെ പ്രതികരണം എന്താണ് എന്നതടക്കം പ്രധാനമാണ്. കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായും കണ്ണൂരിന്റെ ഹൃദയമാണ് എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സുധാകരൻ ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.